ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം രാജനച്ചൻ്റെ കയ്യിലെ പരിക്ക് എന്താണ് സത്യാവസ്ഥ എന്താണ്? പോലീസിനെ പ്രകോപിപ്പിക്കാൻ വിമത വൈദികർ അങ്ങേയറ്റം ശ്രമിച്ചു. പക്ഷേ പോലീസ് അങ്ങേയറ്റം സംയമനം പാലിച്ചു, ശാന്തത പാലിച്ചു. വിമത വൈദികരോട് ഈ മെത്രാസന മന്ദിരം കയ്യേറാൻ പാടില്ലെന്നും അവിടുന്ന് പോകണമെന്നും എഴുന്നേറ്റ് പോകണമെന്നും പല പ്രാവശ്യം പറഞ്ഞ് അവസാനം കുറച്ച് പേരനുസരിച്ചു. എന്നാൽ രാജനച്ചൻ എന്നെ അറസ്റ്റ് ചെയ്യടാ എന്ന് പറഞ്ഞ് പോലീസിന് നേരെ പാഞ്ഞെടുത്തു. ഒരു പോലീസുകാരൻ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. ഈ പോലീസുകാരനെ തള്ളി മാറ്റിയ രാജനച്ചൻ ഓടി ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈ തെങ്ങിലിടിച്ച് അദ്ദേഹം വീണു. ഈ അദ്ദേഹം തള്ളി മാറ്റിയ പോലീസുകാരൻ നിലത്ത് വീണ് അദ്ദേഹത്തിൻ്റെ വാരിയിൽ പൊട്ടി. പോലീസുകാരൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. രാജനച്ചൻ ലിസി ആശുപത്രിയിലേക്ക് വിളിച്ചു പറഞ്ഞ് ആംബുലൻസ്, ഡോക്ടർമാർ, നഴ്സുമാരെല്ലാം വിളിച്ചു വരുത്തി. അങ്ങനെ കയ്യിൽ വലിയൊരു കെട്ടുമായിട്ട് ഈ കീറിപ്പറഞ്ഞ ലോഹയാണോ ഷർട്ടാണോ അതിട്ട് മാധ്യമങ്ങളെ കണ്ടു. എന്തിനാ? താനല്ല ആക്രമിച്ചത്, താൻ ആക്രമിക്കപ്പെട്ടതാണ് എന്ന് വരുത്തി തീർക്കാൻ. അങ്ങനെ ജനങ്ങളിൽ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ. അദ്ദേഹത്തിനെതിരെ കേസുണ്ട് ഇപ്പോൾ. ഈ അങ്ങൊരു ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയില്ല, പോലീസുകാരൻ അഡ്മിറ്റാണ്. അപ്പോൾ ഇനി എന്താണ് രാജനച്ചന് സംഭവിക്കുന്ന കാര്യം അത് പോലീസുകാർ നിശ്ചയിക്കട്ടെ. ഇങ്ങനെ ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് താങ്കൾ ആക്രമിക്കപ്പെട്ടു എന്നെല്ലാം സൃഷ്ടിച്ചിട്ട് ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി നരികളോച്ചനെയും മറ്റും കൊണ്ടുവന്ന് രാത്രി 12 മണി വരെ പ്രസംഗിപ്പിച്ചു. ജനങ്ങളോട് കലാപത്തിന് ആഹ്വാനം ചെയ്തു. അതിനും കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിലൂടെ ഒരു നല്ല കാര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്കമാലിയിൽ നിരാഹാര സമരവും അതിരൂപത ആസ്ഥാനത്തും ഇങ്ങനെ അതിക്രമിച്ച് കയറി ഉള്ള അക്രമം, ഹിംസ ഇതെല്ലാം നടത്തിയ ഈ സംഭവങ്ങളിലൂടെ സഭയ്ക്കും പോലീസിനും ബോധ്യപ്പെട്ട ഒരു സംഗതി, ആ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സഭയെ അനുസരിക്കുകയില്ലെന്ന് ദുർവാശി പിടിക്കുന്ന അച്ഛന്മാർ 25-ൽ താഴെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു പോലീസ് രഹസ്യ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നൊക്കെ. അതും ഇതും എല്ലാം ചേർത്ത് വെച്ചാണ് ഞാൻ പറയുന്നത്. 25-ൽ താഴെ വൈദികരാണ് നമ്മൾ വിമതർ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ളൂ. അവർ മറ്റ് അച്ഛന്മാരെ ഭീഷണിപ്പെടുത്തിയും വ്യാജ പ്രബോധനങ്ങളിൽ വശത്താക്കിയും വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വശീകരിച്ചും കൂടെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ വിമത വൈദികർ 25-ൽ താഴെയാണ്. പോലീസിനും അത് അറിവ് കിട്ടി, സഭയ്ക്കും അത് അറിവുണ്ടായിരിക്കുന്നു. ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നേ, ഞങ്ങൾ പൂട്ടിയിരിക്കുന്നേ, ഞങ്ങൾ ഉപദ്രവിക്കുന്നേ എന്നെല്ലാം നിലവിളിച്ച് കുറെ ആളുകളെ കൊണ്ടുവന്നല്ലോ. ആരാണിവർ? ഇപ്പോഴവിടെ ഉണ്ട് കുറച്ച് കന്യാസ്ത്രീമാരുണ്ട്. തങ്ങളുടെ സന്യാസത്തെയും സന്യാസ സമൂഹത്തെയും സഭയും നാണം കെടുത്തി, സഭയുടെയും സന്യാസ സമൂഹത്തിൻ്റെയും നിയമങ്ങൾ പാലിക്കാതെ അത് ധിക്കരിച്ച് തങ്ങളുടെ മദർ സുപ്പീരിയറിനോടോ പ്രൊവിൻഷ്യലിനോടോ മദർ ജനറലിനോടൊക്കെയുള്ള ആ എതിർപ്പ്, അവരുടെ ദേഷ്യം ഇത്തരത്തിൽ പ്രകടിപ്പിക്കാമെന്ന് കരുതി ഈ വിമത വൈദികർക്ക് ഒരു തരം ദാസ്യവേല ചെയ്യുന്നവർ, അങ്ങനെ കുറച്ച് പേരുണ്ട് അവിടെ. പിന്നെ സഭയുടെ സ്ഥാപനം ജോലി ചെയ്യുന്ന ആളുകൾ ഗതികേട് കൊണ്ട് വരുന്നതാണ് അവർ. കാരണം അവരുടെ ഡയറക്ടർമാർ പറയുന്നത് കേട്ടില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ ജോലി പോകും. ജോലി പോയാൽ കുടുംബം പട്ടിണിയാകും. അതിനാൽ ഈ ഡയറക്ടർമാരോ വികാരിച്ചമാരോ പറയുന്ന അവരുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്ന ജോലിക്കാർ കുറച്ച് പേര് നിർബന്ധിക്കപ്പെട്ട് വരുന്നുണ്ട്. അവരുടെ ഗതികേട് ഇവർ മുതലെടുക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. പിന്നെ പള്ളികളിലെ ജോലിക്കാർ, കപ്പ്യാർ, സെക്രട്ടറി, അങ്ങനെ തുടങ്ങിയ പള്ളിയിലെ ജോലിക്കാർ, അവർക്കും ഇതേ ഗതികേടുണ്ട്. അച്ഛന്മാർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ജോലി പോകും, കുടുംബം പട്ടിണിയാകും. അപ്പോൾ അവരുടെ ഗതികേട് ചൂഷണം ചെയ്യുകയാണ് ഈ വിമത വൈദികർ, അവർ കൂടെ നിൽക്കുന്നവർ. പിന്നെ പള്ളിയുടെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കും നിവൃത്തികേട് കൊണ്ടാണ്. അവർ പള്ളിയുടെ ആനുകൂല്യം പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഗതിയില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇനി അച്ഛനനുസരിച്ചില്ലെങ്കിൽ, വികാരിച്ചനുസരിച്ചില്ലെങ്കിൽ, ഡയറക്ടറിനനുസരിച്ചില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടില്ല. വീണ്ടും അവരുടെ സ്ഥിതി കൂടുതൽ കഷ്ടമാകും. അതിനാൽ ഗതികെട്ട് അവർ കർത്താവിനെ എതിർക്കണമെന്നോ സഭയെ എതിർക്കണമെന്നോ മാർപ്പാപ്പയെ എതിർക്കണമെന്നോ ഒന്നും ഉള്ളിലില്ല. ഞങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് പോലും. പക്ഷേ അവർക്ക് മരിയ ഗോരേത്തിയെ പോലെ ഒന്ന് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയൊന്നും അവർക്കില്ലല്ലോ. മാത്രമല്ല അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പട്ടിണി കിടാൻ പറ്റുമോ? അതുകൊണ്ട് പോകുന്നവരാണ് കുറച്ച് പേര്. പിന്നെ അച്ഛന്മാരെ ഏതാനും ചിങ്കിടികളുണ്ട്, ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഗുണ്ടാ സംഘങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, അങ്ങനെ കുറച്ച് പേര് ചിങ്കിടികളുണ്ട്. പിന്നെ
കുടുംബ പ്രശ്നങ്ങൾ മൂലം, കുടുംബ ഭദ്രത തകർന്ന് ഭർത്താവ് ഭാര്യ പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ മൂലം വേർപിരിഞ്ഞ് ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അവർക്ക് തങ്ങളുടെ വീടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ സമരം പരിപാടികളൊക്കെ. പണ്ട് അവർ ഈ ധ്യാന കേന്ദ്രങ്ങൾ പോയിരുന്നു. ഇപ്പോൾ ഇവിടെ വേറൊരു പുതിയ തരത്തിലുള്ള ഒരു പരിപാടി വന്നിരിക്കുന്നു. അപ്പോൾ അവർക്ക് സമയം എങ്ങനെ തള്ളി നീക്കണം. കാരണം കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ബന്ധങ്ങളൊക്കെ തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു ശരിക്കും പറയുന്ന നേരം പോക്ക് അങ്ങനെയുള്ള സംഗതിയാണ്. കുറേ സ്ത്രീകൾ, അതായത് കുടുംബ ബന്ധങ്ങളിലെല്ലാം പാടെ തകർന്നുള്ള സ്ത്രീകൾ കുറച്ച് പേരുണ്ട്. അല്ലാതെ നല്ല വീട്ടിൽ ഇല്ലേ, നമ്മൾ പറയുന്ന ആഢ്യത്വമുള്ള കുലീനത്വമുള്ള വീടുകളിൽ നിന്നുള്ള ഒരു സ്ത്രീകളും ഇവരുടെ കൂട്ടത്തിലില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായരെ, നിങ്ങളുടെ ഈ 25 വിമത വൈദികരെ കുടിച്ച വെള്ളത്തിൽ വിശദിക്കരുത്. അവർ കാപട്യമേ ചെയ്യൂ, അക്രമമേ ചെയ്യൂ, നുണയെ പറയൂ. നിങ്ങൾ അവരോട് സഹതപിച്ചാൽ നിങ്ങൾ കർത്താവിൻ്റെ ജനമല്ലെന്ന് വരും. മാത്രമല്ല, ഈ ഓടിക്കൂടുന്ന 10,500 പേരെ കണ്ടിട്ട് അതാണ് സഭയുടെ ശക്തി എന്നും അതാണ് സഭ എന്നും തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ ഈ പറഞ്ഞ തരം ആളുകളാണ് അവിടെ വരുന്നത്. അവരുടെ ഗതികേട് കൊണ്ട് വരുന്നവരാണ് ബഹുഭൂരിപക്ഷവും. കുറച്ച് പേരല്ലാതെ ഇവരുടെ സിമ്പതിയുള്ളവരും ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതല്ല സഭ. അതിനാൽ കർത്താവിനെതിരെയും മാർപ്പാപ്പയ്ക്കെതിരെയും സഭയ്ക്കെതിരെയും മെത്രാന്മാർക്കെതിരെയും സമരം ചെയ്യുന്നത്, അതും അന്യായമായൊരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് നമുക്ക് ഗുണകരമായ സംഗതിയല്ല. അതിനാൽ ഈ വിമത വൈദികര്, പ്രത്യേകിച്ച് 25 പേരോളം വന്ന ഈ ഗുണ്ടാ സംഘങ്ങളായ വിമത വൈദികര്, അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ അവരോട് സഹതപിക്കുകയോ അവരനുകൂലിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ നിർബന്ധിക്കപ്പെടുമ്പോൾ പോലും ഉള്ളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് ക്ഷമിക്കണേ എന്ന് പറയണം, ഇവർക്കൊരു മാനസാന്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ നിങ്ങൾ അതിൽ നിർബന്ധിക്കപ്പെട്ടാൽ പോലും ചെയ്യാവൂ. മറ്റുള്ളവർ ഇവരുടെ കെണിയിൽ പെടാതെ ജീവിക്കാനായിട്ട് അൽമായരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അങ്ങേറ്റം വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ 25 വിമത വൈദികരുടെ ആ ഭീഷണിക്ക് വഴങ്ങി മറ്റു വൈദികരും അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ആ കെട്ട് പൊട്ടിക്കാനുള്ള ചങ്കൂറ്റം ആ വൈദികരെ കാണിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സുവർണാവസരം, അതായത് മാർപ്പാപ്പയെ അനുസരിക്കാൻ കിട്ടിയിരിക്കുന്ന സുവർണാവസരം, അത് പ്രയോജനപ്പെടുത്തി ഏകീകൃത കുർബാന ചൊല്ലി എല്ലാ സീറോ മലബാർ സഭ ഒറ്റക്കെട്ടാണ് എന്ന് പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് വാസ്തവത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്താനായിട്ട് വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.